ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നൊരു ട്രാവൽ ലോഗാണ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ബാംഗ്ലൂരിൽ നിന്ന് നാട്ടിലോട്ട് പോകാൻ പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫുഡൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്താണ് കൊണ്ടുവന്നത്. അപ്പോൾ ഞങ്ങൾ ഈ ഫുഡൊക്കെ ഒന്ന് പ്രിപ്പയർ ചെയ്ത് വരുമ്പോഴേക്കും നിങ്ങൾ എങ്ങനെയാണ് ഇപ്പോൾ നാട്ടിലേക്ക് പോകാനുള്ള പാസ് ബുക്ക് ചെയ്യേണ്ടത് എന്നുള്ളതൊന്ന് കണ്ടിട്ട് വാ. അപ്പോൾ ഇതാണ് COVID-19 ജാഗ്രത എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൻ്റെ സൈറ്റ്. അപ്പോൾ ഇവിടെ ഡൊമസ്റ്റിക് റിട്ടേൺ പാസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട് പബ്ലിക് സർവീസസിൽ. അതിലാണ് നമ്മൾ നമ്മുടെ പാസിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ അതിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല, മൊബൈൽ നമ്പർ കൊടുക്കുക. നോർക്ക രജിസ്ട്രേഷൻ നമ്പർ നമുക്ക് ആവശ്യമില്ല ഇപ്പോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ന്യൂ രജിസ്ട്രേഷൻ ഇൻ COVID-19 ജാഗ്രത എന്നുള്ള ഓപ്ഷനാണ് നമ്മൾ എടുക്കേണ്ടത്. താഴെ റെഡ് കളറിൽ കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഫോം വരും. അതിൽ നമ്മൾ നമ്മുടെ മൊബൈൽ നമ്പർ അടിച്ചു കൊടുക്കുക. അപ്പോൾ തന്നെ നമ്മുടെ മൊബൈലിലേക്ക് ഒരു OTP വരും. ആ OTP അടിച്ചു കൊടുക്കുമ്പോൾ നമുക്കൊരു ഫോം വരും. ആ ഫോമിലാണ് നമ്മൾ നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. നമ്മുടെ പോകുന്ന ആളുകളുടെ പേര്, അതുപോലെ തന്നെ അവരുടെ ഒരു ID നമ്പർ, ഏതെങ്കിലും ഒരു ID നമ്പർ, ആധാർ കാർഡോ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെയോ ഏതെങ്കിലും ഒരു ID നമ്പർ, പിന്നെ ഏത് വണ്ടിയിലാണ് പോകുന്നത്, ഏതാണ് വണ്ടി നമ്പർ, അത് അങ്ങനത്തെ ഡീറ്റെയിൽസ്, എവിടേക്കാണ് പോകുന്നത്, ഹോം ക്വാറൻറ്റൈൻ്റെ ഏതാണ് സ്ഥലം, അതിൻ്റെ ഒക്കെ ഇൻഫർമേഷൻസ് ആ ഫോമിൽ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് സബ്മിറ്റ് അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആപ്ലിക്കേഷൻ സെൻഡായി. അതിനുശേഷം ട്രാക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പബ്ലിക് സർവീസിൽ ട്രാക്ക് യുവർ ആപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ചെക്ക് ചെയ്താൽ ഇതുപോലെ തന്നെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക, ക്യാപ്ച എൻ്റർ ചെയ്ത് കൊടുക്കുക. ഒരു OTP നമ്മുടെ മൊബൈലിലേക്ക് എത്തും. അതിനുശേഷം ആ OTP കൂടി അടിച്ചു കൊടുത്താൽ നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ എവിടെയാണ് ഇപ്പോൾ, എന്താണ് അതിൻ്റെ സ്റ്റാറ്റസ് എന്നൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ ഞങ്ങളുടെ ഒരു OTP അടിച്ചു കൊടുക്കുകയാണ്. ഇപ്പോൾ വന്ന OTP. അപ്പോൾ ഇത് ഓൾറെഡി അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ അതായത് ഇതുപോലെ കാണാം, അപ്രൂവ്ഡ്, ഹോം ക്വാറൻറ്റൈൻ അവൈലബിൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഡൗൺലോഡ് ഓപ്ഷൻ ഉണ്ടാവും. ആ ഡൗൺലോഡ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. നമ്മുടെ പാസ് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ആ പാസ്സാണ് പിന്നീട് നമ്മൾ എല്ലായിടത്തും കാണിച്ചു കൊടുക്കേണ്ടത്. നമ്മൾ മൊബൈലിൽ കാണിച്ചു കൊടുത്താലും മതി, പക്ഷേ അതിനേക്കാൾ നല്ലത് പ്രിൻ്റ് എടുത്തിട്ട് വ്യക്തമായിട്ട് നമുക്കപ്പോൾ നമ്മുടെ ഗ്ലാസ് തുറക്കാതെ തന്നെ നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് പാസിന് അപ്ലൈ ചെയ്തത്. ഒരു 4-5 ദിവസത്തിൻ്റെ ഉള്ളിൽ നമുക്ക് പാസ് കിട്ടുകയും ചെയ്തു. അപ്പോൾ ഇതാ എല്ലാം പാക്ക് ചെയ്ത് കഴിഞ്ഞു. സാൻഡ്വിച്ച്, ബ്രേക്ക്ഫാസ്റ്റിനുള്ള സാൻഡ്വിച്ചും അതുപോലെ തന്നെ ലഞ്ചിനുള്ള ഒരു തട്ടിക്കൂട്ട് ബിരിയാണി, പിന്നെ കാറിൻ്റെ ഉള്ളിൽ ഇരുന്ന് തിന്നാനുള്ള കുറച്ച് സ്നാക്സും ഒക്കെ റെഡിയാക്കി. ഒരു ചായയൊക്കെ കുടിച്ച് ഒരു 6 മണിയോട് കൂടിയിട്ടാണ് ഞങ്ങൾ അവിടുന്ന് പുറപ്പെട്ടത്. അപ്പോൾ ലഗേജ് കയറ്റുന്ന വീഡിയോ ഒക്കെ എടുക്കണമെന്ന് വിചാരിച്ചോ, ഒന്നും നടന്നില്ല തിരക്കിൻ്റെ ഇടയിൽ. അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ അവിടുന്ന് 478 കിലോമീറ്ററാണ് കാണിക്കുന്നത്. 8 അവർ 17 മിനിറ്റാണ്. 2:28 എത്തുമെന്നാണ് പറയണത്. അത് നമ്മൾ ബ്രേക്ക് ഒന്നും ഇല്ലാതെ പോവുകയാണെങ്കിൽ കേട്ടോ, നമുക്ക് ഭക്ഷണം കഴിക്കാനും അതിനൊക്കെ ആയിട്ട് ഇറങ്ങേണ്ടി വരും. അപ്പോൾ നമുക്ക് ഏതാണ്ട് സമയം എടുക്കും. അപ്പോൾ ഇതാ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടേ ഉള്ളൂ. വണ്ടികളൊക്കെ കുറവായിട്ട്, സാധാരണ ഈ വഴിക്കൊക്കെ നല്ല വണ്ടികളുള്ള സ്ഥലമാണ്. ഇപ്പോൾ നമ്മൾ മെയിൻ റോഡിലേക്ക് കടന്നു. ഇലക്ട്രോണിക് സിറ്റി എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് വരുന്നത്. അപ്പോൾ നമുക്കധികം ഉള്ളിലോട്ടുള്ള റോഡുകളില്ല, അതുപോലെ തന്നെ സിറ്റിയിൽ കിടക്കണ്ട. റോട്ടിൽ ആകെ ഉണ്ടായിരുന്ന കുറച്ച് ലോറികളാണ്, ബൈക്കുകളും. ഇതിപ്പോൾ കണ്ടോ, ഇത് നമ്മുടെ വിൻഡ് മില്ലില്ലേ, വിൻഡ് മില്ലിൻ്റെ ഒരു ചിറകാണ്. ഇതിൻ്റെ വലിപ്പം വളരെ വലുതാണ്. ഇതിൻ്റെ ലോറി പോകുന്നതാണ് നല്ല ഭംഗിയാണ്. അറ്റത്തൊരു തലയുണ്ടാവും, ബാക്കിലോട്ട് ഒരു വലിയ ചിറകും ഉണ്ടാവും. സാധാരണ ഈ ഭാഗത്തൊക്കെ ഭയങ്കര തിരക്കുണ്ടാവുന്ന വഴികളാണ്, പക്ഷെ ഇവിടെ ഒന്നും ഒരു തിരക്കും ഇല്ല. ചില സിറ്റികൾ വരുമ്പോൾ, ചെറിയ സിറ്റികളൊക്കെ വരുമ്പോൾ ഇച്ചിരി തിരക്കുണ്ടെന്നല്ലാതെ വേറെ ഒരു തിരക്കും ഇല്ല. നല്ല കൂളായിട്ടായിരുന്നു വന്നിട്ടുകൊണ്ടിരുന്നത്. ഇതാണ് ആറ്റുപല്ലി ടോള്. ആറ്റുപല്ലി ടോളിൽ സാധാരണ വരികൾ എല്ലാ കൗണ്ടറുകളുടെ അവിടെയും വണ്ടികൾ ഇങ്ങനെ നിരന്ന് കിടക്കാറുള്ളതാണ്. ഇവിടെ ഒന്നും ആരുമില്ല, നമുക്ക് കൂളായിട്ട് പോകാമെന്നുള്ള പോലെയാണ്. ഒരുമാതിരി എല്ലാ വണ്ടികൾക്കും ഫാസ്ടാഗ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കാശ് കൊടുക്കുക, കാശ് തിരിച്ച് വാങ്ങുക, അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. എല്ലാ വണ്ടികളും വളരെ ഫ്രീ ആയിട്ടാണ് പോയോണ്ടിരിക്കുന്നത്. ഈ ടോൾ കഴിഞ്ഞ ഉടനെ തന്നെ നമ്മുടെ റോഡിൻ്റെ അപ്പുറത്തെ സൈഡിൽ കർണാടകയിലേക്ക് കടക്കാൻ വേണ്ടിയിട്ടുള്ള ലോറികളുടെ ചെക്കിംഗ് ആണ്.
അതിൻ്റെ അവിടെ നിറയെ പോലീസും ഉണ്ട്, ഹെൽത്തിൻ്റെ ആൾക്കാരും ഒക്കെ ഉണ്ട്. അവർ പാസ് നന്നായി തന്നെ ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞ ഉടനെ തന്നെയാണ് നമ്മുടെ കർണാടക ബോർഡർ അവസാനിക്കുന്നത്. കണ്ടോ, ഇവിടെ ഒരു ഗോപുരം പോലെ കാണുന്നത് കണ്ടോ, അതാണ് ബോർഡർ അവസാനിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ തമിഴ്നാട്ടിലോട്ട് കടന്നു. ഇത് കഴിഞ്ഞ ഉടനെ തന്നെ നമുക്ക് തമിഴ്നാടിൻ്റെ വക ഒരു ചെക്കിംഗ് ഉണ്ടായിരുന്നു, പാസ് കാണിച്ചു കൊടുക്കാൻ പറഞ്ഞിട്ട്. പക്ഷെ നമുക്ക് ഇറങ്ങേണ്ടി ഒന്നും വന്നില്ല. നമ്മുടെ ചില്ലിൻ്റെ മുകളിൽ നമ്മുടെ പാസ് വെച്ചു കൊടുത്താൽ മതി, അവരവിടെ നിന്ന് നോക്കും. അത് കഴിഞ്ഞ് നമ്മളോട് പൊക്കോളാൻ പറയും. തമിഴ്നാട്ടിലേക്ക് കടന്നപ്പോൾ വണ്ടികളുടെ എണ്ണം എങ്ങനെയാണ് കൂടിയാന്ന് അറിയില്ല, അത്രയ്ക്കധികം വണ്ടികളായിരുന്നു. ലോറികളായാലും ബൈക്കുകളായാലും കാറുകളായാലും ഒക്കെ നിറയെ ഉണ്ടായിരുന്നു തമിഴ്നാട്ടിൽ. ഈ വിൻഡ് മില്ലിൻ്റെ ചിറക് ഉണ്ടാകുന്ന വണ്ടികൾ ഒരുപാടുണ്ടായിരുന്നു കേട്ടോ. റോട്ടിൽ തിരക്ക് കുറവായിട്ടുണ്ടെന്ന് തോന്നുന്നു. ഈ വണ്ടികൾ കുറേ ഉണ്ടായിരുന്നു. ആറ്റുമല കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് ടോളാണിത്. ഈ ടോളെന്നല്ല, മിക്ക ടോളുകളും ഇതുപോലെ ഇങ്ങനെ ഒഴിഞ്ഞു എടുക്കുമായിരുന്നു. വളരെ ഈസി ആയിട്ട് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. ഓരോ ടോള് കഴിയുമ്പോഴും പാസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോലീസ് ഉണ്ടായിരുന്നു. അത് നമുക്ക് ഇറങ്ങേണ്ടി ഒന്നും വന്നില്ല. ജസ്റ്റ് ചില്ലിൻ്റെ അവിടെ വെച്ചു കൊടുത്താൽ അവരത് നോക്കി നമ്മളതിനെ കടത്തി വിടുമായിരുന്നു. 1-2 സ്ഥലങ്ങളിൽ മാത്രമാണ് ചില്ല് ഇറക്കിയിട്ട് എവിടേക്കാണ് പോകുന്നത് എന്ന് ചോദിച്ചു നമ്മളോട്, അത്രേ ഉണ്ടായുള്ളൂ. സാധാരണ ബാംഗ്ലൂരിൽ നിന്ന് നാട്ടിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. പക്ഷേ ഇപ്രാവശ്യം അത്ര സന്തോഷം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. കാരണം നേരെ പോകുന്നത് ക്വാറന്റൈനിലേക്കാണ്, 14 ദിവസം ക്വാറന്റൈനാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അത്ര വലിയൊരു സന്തോഷമൊന്നുമില്ല. പക്ഷെ എന്നാലും ഈ ഭംഗിയൊക്കെ ആസ്വദിക്കാതിരിക്കാൻ കഴിയില്ല. അത്രയ്ക്കും ഭംഗിയാണ് ഈ യാത്ര. അപ്പം ഞങ്ങൾ കുറച്ചൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു 9 മണി 9:15 ആയപ്പോൾ ഫുഡ് കഴിക്കാൻ, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ബ്രെഡ് സാൻഡ്വിച്ച് ഉണ്ടാക്കി കൈപിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു ഒഴിഞ്ഞ സ്ഥലം കണ്ടപ്പോൾ അവിടെ നിർത്തി ഞങ്ങൾ ഫുഡ് കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും നല്ലൊരു ഉറക്കം ഉറങ്ങി. മോനും മമ്മിയൊക്കെ നല്ല ഉറക്കമാണ്. സേലൊക്കെ കഴിഞ്ഞ് ഒരു സ്ഥലത്ത് ഞങ്ങൾ തന്നെ വണ്ടി നിർത്തിച്ചിട്ട് പോലീസുകാർ വന്നിട്ട് നമ്മുടെ പേരും എവിടേക്കാണ് പോകുന്നത് എന്നുള്ള ഡീറ്റെയിലും വണ്ടിയുടെ നമ്പറും അവിടെ എഴുതി കൊടുക്കാൻ പറഞ്ഞു. അവിടെ മാത്രമാണ് നമ്മൾ വണ്ടി നിർത്തി ഒരാൾ ഇറങ്ങിപ്പോയിട്ട് നമ്മുടെ പേരും ഡീറ്റെയിൽസും അവിടെ എഴുതി കൊടുക്കേണ്ടത്. വേറെ ഒരു സ്ഥലത്തും പുറത്തിറങ്ങേണ്ടി വന്നിട്ടുണ്ടായിരുന്നില്ല. ഇതാണ് നമ്മുടെ ടെമ്പറേച്ചർ നോക്കുന്ന വാളയാറിൻ്റെ സ്ഥലം. അപ്പോൾ വാളയാർ ചെക്ക് പോസ്റ്റിൽ തന്നെ 2-3 പോലീസുകാരുണ്ടായിരിക്കും. അവർ നമ്മളെ കൈ കാണിച്ച് നിർത്തിച്ചിട്ട് നമുക്കൊരു ക്ലാസ് തരും. മാസ്ക് നന്നായി വെയർ ചെയ്യണം, എപ്പോഴും വെയർ ചെയ്യണം. അതുപോലെ തന്നെ പോലീസിനെ കാണുമ്പോൾ മാത്രമല്ല എപ്പോഴും ഉണ്ടായിരിക്കണം, ഗ്ലൗസ് ഇടണം എന്നൊക്കെ പറഞ്ഞിട്ട് അതിനുശേഷം അവരിങ്ങോട്ട് നമ്മളെ ഡയറക്റ്റ് ചെയ്യും. ഇവിടുത്തെ ഒരു ഡ്രോബാക്ക് എന്താണെന്ന് വെച്ചാൽ ഒരു കെട്ടിടത്തിൻ്റെ ഒരു സൈഡിൽ കേരളത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്നവരുടെ ഒരു ഭാഗത്ത് കേരളത്തിൻ്റെ ഉള്ളിലേക്ക് കിടക്കുന്നവരുമാണ് നിൽക്കേണ്ടത്. പക്ഷെ അതിന് ഒരു പ്രോപ്പർ ഇൻഡിക്കേഷനോ വളണ്ടിയേഴ്സോ ഒന്നും അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങളെല്ലാം മാസ്കും ഗ്ലൗസും ഒക്കെ ഇട്ടിട്ടാണ് ഇറങ്ങിയത്. ഇതുപോലെ തന്നെ എല്ലാവരും ചെയ്യുക. തിരിച്ച് കയറുമ്പോൾ ഇതൊക്കെ എടുത്തിട്ട് ഒരു കവറിൽ കെട്ടിവെക്കുക. പിന്നീട് നമുക്ക് കളയാൻ പാകത്തിന്, ഇപ്പോൾ കോട്ടൺ മാസ്ക് ആണെങ്കിൽ കൂടി ഒരു കളയാൻ പറ്റുന്ന പാകത്തിലുള്ള ഒരു മാസ്ക് നമ്മൾ അതിൻ്റെ മുകളിലിടുക. വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു 20 മിനിറ്റ് കൊണ്ട് എല്ലാ പണിയും കഴിഞ്ഞു. ടെമ്പറേച്ചർ നോക്കി, കുട്ടി ഉണ്ടായിരുന്നതുകൊണ്ട് വേഗം തന്നെ അവർ പറഞ്ഞയച്ചു നമ്മളതിനെ. അപ്പോൾ അവിടുന്ന് ഇതുപോലൊരു ഹാൻഡ് റിട്ടൺ ഒരു പാസ് നമുക്ക് കിട്ടും, നമ്മുടെ പേരൊക്കെ എഴുതിയിട്ട്. ആ പാസ് ഇതുപോലെ അതിൻ്റെ എക്സിറ്റിൽ നമ്മൾ ആ പോലീസുകാർക്ക് കാണിച്ചു കൊടുത്താൽ മാത്രമേ നമ്മളെ അവർ പുറത്തു വിടുള്ളൂ. ഇത് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ടുള്ള ഒരു വഴിയാണ്. ഇവിടെയൊക്കെ വിജനമായിട്ട് കിടക്കുമായിരുന്നു, ഒരു തിരക്കും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടെ തന്നെ വണ്ടി ഒതുക്കിയിട്ടിട്ട് ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല, വിശപ്പിൻ്റെ വിളി കാരണം നമ്മൾ വീഡിയോ എടുക്കാനൊക്കെ മറന്നുപോയി. തമിഴ്നാട് സ്റ്റേറ്റിൽ നിന്ന് കേരള സ്റ്റേറ്റിലേക്ക് കടന്നപ്പോഴുള്ള വ്യത്യാസം ഭയങ്കര വലുതാണ്. അവിടെ നിറയെ വണ്ടികളും ബൈക്കുകളും ആൾക്കാരും ഒക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ആൾക്കാർ കൂട്ടം കൂടി നിൽക്കുന്ന ഷോപ്പുകളെല്ലാം തുറന്നിട്ടുണ്ട്. പക്ഷേ കേരളത്തിലേക്ക് കടന്നപ്പോൾ ഷോപ്പുകളൊക്കെ വളരെ കുറവാണ്, അതുപോലെ തന്നെ വണ്ടികൾ കുറവാണ്. പിന്നെ മാസ്ക് ധരിക്കാതെ ഒരാളെ പോലും കാണാൻ കഴിഞ്ഞില്ല. നമ്മുടെ പാലക്കാട് കുതിരാനാണിത്.
പണിയൊന്നും തീരാതെ അതുപോലെ തന്നെ കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ കൂടെ പോകാനൊന്നും പറ്റില്ല കേട്ടോ. ജസ്റ്റ് ഞങ്ങൾ ഏതായാലും ഇവിടെ വരെ എത്തിയ സ്ഥിതിക്ക് ഇതൊന്ന് കാണാമെന്ന് വിചാരിച്ച് ഇതിലേക്ക് തിരിച്ചതാണ്. വാളയാർ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ ഉടനെ തന്നെ നമുക്ക് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഹെൽത്ത് സെൻ്ററിൽ നിന്നും അതുപോലെ തന്നെ വീടിൻ്റെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ നിന്നും കോൾ വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ വീട്ടിലെത്തിയ ഉടനെ അവരെന്നെ വിളിച്ചറിയിക്കണം എന്ന് പറഞ്ഞിട്ട്. വേറെ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായിരുന്നില്ല. 1-2 സ്ഥലങ്ങളിലൂടെ പാസ് കാണിക്കുന്നുണ്ടായിരുന്നു, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ ഞങ്ങൾ വീട്ടിലെത്തിയിട്ടോ. ഇവിടെ വീട്ടിലെത്തിയതിൻ്റെ വിശേഷങ്ങളും അതുപോലെ തന്നെ ക്വാറന്റൈൻ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വ്ളോഗിൽ കാണാം. അപ്പോൾ അതുവരയ്ക്കും എല്ലാവർക്കും ബൈ ബൈ.